ഹലോ ഗൈസ്, കേട്ടോ നമുക്കിന്ന് ഉണക്ക മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. മാങ്ങ വെറുതെ കഴിച്ചാൽ തന്നെ അടിപൊളിയാണ്. പക്ഷേ ഇത് ഉണക്കിയതും കൂടെ ആകുമ്പോഴത്തേക്കും കിടുകിടലമാണ്. അതിന് വെച്ചൊരു വരട്ടിയതും കൂടെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ആ വീഡിയോയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകും. അപ്പം ചെറിയ ചൂടുവെള്ളത്തിന് ഇതിനൊരു അരമണിക്കൂർ നമ്മൾ അതിനെ സൈഡാക്കി വെക്കുന്നു കുതിർക്കാനായിട്ട്. ഓക്കെ, അത് ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല ഒന്നും ഉണ്ടാക്കാം. നമ്മൾ അരയ്ക്കാനുള്ള സാധനമാണ് മാങ്ങയ്ക്ക്. അപ്പം കടുക്, പിന്നെ ഉലുവ, ചെറുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, ഇതെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറിയ ഫയറിൽ ഡ്രൈ ചെയ്യുന്നു ഒരു 10 മിനിറ്റ്. അതിനുശേഷം അതിനെ അരയ്ക്കുന്നു, പിന്നെ മാങ്ങേനെ മിക്സ് ചെയ്യുന്നു, പിന്നെ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ വരട്ടുന്ന സമയത്ത് ഈ രണ്ട് സാധനം കൂടെ നമ്മൾ പ്രധാനപ്പെട്ട സാധനമാണ്. പാൽക്കായം വെള്ളത്തിൽ ഒഴിച്ച് പാലായിട്ടിരിക്കുന്ന പാൽക്കായവും പിന്നെ പുളിയും നമ്മൾ ചേർക്കുന്നു. നമ്മൾ ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉലുവ, കടുക്, പിന്നെ വെളുത്തുള്ളി, ചെറുള്ളി, ഉണക്കമുളക്, പിന്നെ കായം, പിന്നെ പുളി കൂടെ വറുത്ത സാധനം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലാക്കുന്നു, അരയ്ക്കുന്നു, നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുന്നു. ശ്രദ്ധിക്കണം, ചെറുവെള്ളത്തിൽ ചൂടുവെള്ളം കുതിർക്കാൻ വെച്ചിട്ട് ആ വെള്ളവും കൂടെ മിക്സ് ചെയ്യണം. വെള്ളം അത് ഉപ്പിടാൻ പാടില്ല, ആൾറെഡി ഉപ്പുണ്ട്. അതിൻ്റെ പേസ്റ്റും കൂടെ ആയിട്ട് നല്ലോണം വരട്ടണം. നല്ല പറ്റിച്ചതുപോലെ ഇതുപോലെ എടുക്കണം. സാധനമൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം. നമുക്ക് ക്യാരി ചെയ്തിട്ട് 2 ദിവസം ചീത്തയാവേണ്ടിയിരിക്കും, 2-3 ദിവസമൊക്കെ ചീത്തയാവേണ്ടിയിരിക്കും. അപ്പോൾ ഇതൊരു കഞ്ഞിക്കും ചോറിനും എല്ലാത്തിനും സംഗതി അടിപൊളിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഉണക്ക മാങ്ങ വരട്ടി റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. സൂപ്പർ, അടിപൊളിയാണ്, സൂപ്പർ.